കൂട്ടുകാരുടെ ചോദ്യത്തിനു മുൻപിൽ ഉണ്ണിക്കുട്ടൻ തലകുനിച്ച് തിരിച്ചു നടന്നു. അവൻ്റെ മാത്രമല്ല, അവൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നമായിരുന്നു ഒരു വീട്. രണ്ടായിരത്തി 2018 പ്രളയത്തിൻ്റെയും കൊറോണയുടെയും ദിനരാത്രങ്ങൾ ഭീതിയോടെയാണ് ഇവർ ഓർക്കുന്നത്. ആസ്പെറ്റോസുകൾ കൊണ്ട് ഭിത്തികൾ തീർത്ത് ടാർപോളിൻ വലിച്ചു കെട്ടിയ ഇരുമുറികൾ മാത്രമുള്ള കൊച്ചു വീട്ടിലായിരുന്നു ഈ 5 കുടുംബം താമസിച്ചിരുന്നത്. മഴയൊക്കെ പെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് ഷീറ്റാണല്ലോ, നല്ലോണം അതിൻ്റെ ഉള്ളിലോട്ട് ഇടിമിന്നലും കാറ്റും ഒക്കെ വരികയും മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഏറ്റിരിക്കുക തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിയുമ്പോഴേ കാരണം പിള്ളേർ രണ്ടും ഉറങ്ങി കിടക്കുക, പെട്ടെന്ന് ഞെട്ടി വെക്കുമ്പം അവർക്ക് എന്താ ഇതാവുന്നതെന്ന് അറിയത്തില്ലല്ലോ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇത് തറയില്ലാത്ത കാരണം വെള്ളം ഉള്ളിലോട്ട് അടിച്ച് കയറുമായിരുന്നു. പിന്നെ രാത്രി കയറ്റി മാന്തി വെക്കും, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഈ കുടുംബത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ഇവരെ സഹായിക്കാൻ മാടത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ജെയ്സൺ കോലക്കുന്നേലിന്റെ നേതൃത്വത്തിൽ വിൻസെന്റ് ഡി പോൾ സംഘാടകർ മുന്നിട്ടിറങ്ങി. വീട് സന്ദർശനത്തിനിടയിലാണ് ഈ കുടുംബത്തെ കാണാനിടയായത്. ഒരു അമ്മച്ചിയും മകനും ഭാര്യയും 2 കുഞ്ഞുമക്കളും അടങ്ങുന്ന കുടുംബം. അല്പം പോലും വാസയോഗ്യമല്ലാത്ത ഒരു ഭവനമായിരുന്നു. ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടവകയിലെ വിൻസെന്റ് പോൾ സൊസൈറ്റിയാണ് നിർമ്മാണം ആരംഭിച്ചത്. പണികൾ തകൃതിയായി നടന്നു. ഇടവകയുടെയും വിൻസെന്റ് ഡി പോൾ സംഘടനയുടെയും പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ടായിരുന്നു. മാടത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭവന നിർമ്മാണത്തിൻ്റെ പണി ആരംഭിച്ചപ്പോൾ മുതൽ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി കടന്നു വന്ന കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധിയും വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ അധ്യാപകരും കുട്ടികളും ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. വി വാല്യൂ കമ്മിറ്റഡ് സർവീസ് ടു ദി നീഡി ആസ് എൻ ഒബ്ലിഗേഷൻ. 2ാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയായി. വളരെ അപ്രതീക്ഷിതമായാണ് ഈ വീട് പണി ഡോൺ ബോസ്കോ കോളേജിന് ലഭിക്കുന്നത്. 8 വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞ NSS 9ാമത്തെ വീടിന്റെ ദൗത്യം ഏറ്റെടുത്തു. പാവപ്പെട്ടവരോടും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളവരോടും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാവരോടും കരുതലോടെ സ്നേഹത്തോടെ അവരുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടാക്കി എടുക്കുന്ന തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡോൺ ബോസ്കോ. ഉണ്ണിക്കുട്ടന് സന്തോഷമായി. അവൻ്റെ സ്വപ്ന ഭവനത്തിൻ്റെ പണികൾ പുനരാരംഭിച്ചു. അവൻ NSS കുട്ടികളെ തൻ്റെ പഠനവിശേഷങ്ങളും സ്വപ്നങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. അവൻ്റെയും കുഞ്ഞനുജത്തിയുടെയും സ്വപ്നങ്ങൾക്ക് നിറമേകാൻ കഴിയുന്നതിൽ അഭിമാനത്തോടെ NSS. ഡോൺ ബോസ്കോ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ മാടത്തിൽ ഒരു സ്നേഹവീട് നിർമ്മിക്കുവാനായിട്ട് പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട് സഹായം ചോദിച്ചപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഡോൺ ബോസ്കോ സഹകാരികളായി ഞങ്ങൾക്ക് ഒരു തുക നൽകി സഹായിക്കാൻ സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിന് എല്ലാവിധ നന്ദിയും ഭാവങ്ങളും നേരുന്നു. ഒറ്റപ്പെടുന്നവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നേറാനുള്ള ഒരു നല്ല മാതൃകാപരമായ പെരുമാറ്റമാണ്, ചിട്ടകളാണ് ഡോൺ ബോസ്കോ കോളേജ് NSS വോളണ്ടിയേഴ്സിലൂടെയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാറ്റുമഴയുമൊന്നും പ്രതിബന്ധമാകാതെ ഒരുമയോടെ ഒറ്റക്കെട്ടായി NSS കുട്ടികൾ സ്നേഹവീടിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരായി. ഉണ്ണിക്കുട്ടൻ്റെയും അനിയത്തിക്കുട്ടിയുടെയും പ്രതീക്ഷയുടെ മുഖങ്ങളും നിഷ്കളങ്കമായ പുഞ്ചിരിയും NSS അംഗങ്ങൾക്ക് തീക്ഷ്ണതയും പ്രോത്സാഹനവുമായിരുന്നു. ഞങ്ങൾ NSS വിദ്യാർത്ഥികൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഈ വീടിന്റെ നിർമ്മാണത്തിന് സഹകരിക്കുന്നത്. വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് NSS ഈ സ്നേഹവീട് നിർമ്മാണം പോലെയുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ വലിയ ലോകത്ത് ചെറിയ ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ് ഇവർ. പണി കഴിഞ്ഞു വന്നാൽ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങണം. കുട്ടികളെ മാന്യമായി പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം. പ്രായമായ അമ്മയോടൊപ്പം സന്തോഷമായി ജീവിക്കണം.
ഇനി ഉണ്ണിക്കുട്ടന് തല ഉയർത്തി നടക്കാം. അവന്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ഭീതി നിറഞ്ഞ ദിനരാത്രങ്ങളെ മറന്ന് സ്വസ്ഥമായി തന്റെ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റി അനീത്തിക്കുട്ടിയോടും മാതാപിതാക്കളോടുമൊപ്പം സന്തോഷത്തോടെ സ്നേഹവീട്ടിൽ അന്തിയുറങ്ങാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം സെല്ലിന് കീഴിലുള്ള വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന 2 യൂണിറ്റുകളാണ് ഡോൺ ബോസ്കോ കോളേജ് അങ്ങാടിക്കടവിന്റെ 2 യൂണിറ്റുകൾ. തീർച്ചയായും ഏറെ അഭിമാനത്തോടു കൂടി തന്നെ പറയാണ്, യൂണിവേഴ്സിറ്റിയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ മുന്നോട്ട് വെക്കുന്ന എല്ലാ പരിപാടികളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന, സജീവമായി പ്രവർത്തിക്കുന്ന, യൂണിവേഴ്സിറ്റി തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച യൂണിറ്റുകളായി മാറിയിട്ടുള്ള യൂണിറ്റുകളാണ് ഈ കോളേജിൻ്റേത്. ഏറെ വർഷങ്ങളായിട്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം സ്നേഹഭവനങ്ങളുടെ നിർമ്മാണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഡോൺ ബോസ്കോ കോളേജ് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏറെ അർഹതപ്പെട്ട കരങ്ങളിലേക്കാണ് ഈ സ്നേഹഭവനങ്ങൾ കൈമാറുന്നത് എന്നുള്ളത് സന്തോഷകരമാണ്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധത്തിലുള്ള അഭിവാദ്യവും സ്നേഹവും ആദരവും ഒക്കെ ഈ NSS യൂണിറ്റുകൾക്ക് നേരുകയാണ്.